നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മകരവിളക്കാണ്. ശബരിമലയെ സംബന്ധിച്ച്, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറെ പുണ്യ ദിവസമാണ് ഇന്ന്. നിരവധി ഭക്തരാണ് ഇന്ന് ശബരിമലയിലേക്ക് എത്തുക. കഴിഞ്ഞ വർഷങ്ങളെ പോലെയൊന്നുമല്ല, ഇത്തവണ വളരെ നിയന്ത്രണമുണ്ട്. മാത്രമല്ല, കൃത്യമായിട്ട് പാസുകളുള്ള, മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കൊക്കെ മാത്രമാണ് ഇന്ന് ശബരിമലയിലേക്ക് അല്ലെങ്കിൽ അത് കാണാനായിട്ടുള്ള പ്രവേശനമുള്ളൂ. ഓരോ വർഷം കഴിയും തോറും ശബരിമലയിൽ പല മാറ്റങ്ങളാണ് വരുന്നത്. ചിലതെല്ലാം നല്ലത് തന്നെയാണ്, വികസനം വരണം. പക്ഷെ അതൊരിക്കലും അയ്യപ്പ ഭക്തരെയും ശബരിമല എന്ന ആ പുണ്യ സ്ഥലത്തെയും ഹനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഒരു രൂപമാറ്റം വരുത്തിക്കൊണ്ടോ ഒന്നും ആവരുത്. ഇത്തവണ നമുക്കറിയാം, വളരെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ശബരിമല കൊള്ളയിൽ SIT അന്വേഷണം അവിടെ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു മണ്ഡലമാസം കടന്നു പോകുന്നത്. ഓരോ അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ മലയാളിയെ സംബന്ധിച്ചും വളരെ ഞെട്ടലുണ്ടാക്കുന്ന കണ്ടെത്തലുകളാണ് SIT ശബരിമല കൊള്ളയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രേ നമ്മൾ വിശ്വാസികളെല്ലാവരും തന്നെ ഒരുപാട് കാലം അവിടെ വളരെ പുണ്യമായി കണ്ടിരുന്ന ശബരിമലയിലാണ് ഇത്രയും വലിയ കൊള്ള ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ നടന്ന് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തുമ്പും പുറലോകം അറിയാതെ ഈ പറയുന്ന പ്രതികളെല്ലാം തന്നെ സൂക്ഷിച്ച് സമൂഹത്തിൽ വിലസി നടന്നത്. ഏതായാലും ഇനി രക്ഷയില്ല. ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞു, അതിന് പിന്നാലെ 10-12 ഇപ്പോൾ കുടുങ്ങി, ഇപ്പോൾ ജയിലിനുള്ളിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും ഇതിന് പിന്നിലുള്ള കണ്ണികളുടെ നീളം ഇങ്ങനെ കൂടുകയാണെങ്കിൽ അവരെല്ലാം തന്നെ തീർച്ചയായിട്ടും അഴിക്കുള്ളിലാകും. സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ശബരിമലയിൽ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള അഴിമതികളും നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ബോധ്യമായിട്ടുണ്ട്. വിശ്വാസമില്ലാത്തവർ പലരും ഇത്തരത്തിലുള്ള ദേവസ്വം ഭരണകൂടത്തിലൊക്കെ കയറിയിരുന്നു കൊണ്ട് വളരെ മോശമായിട്ടുള്ള, മറ്റുള്ള ആളുകളെ ഹനിക്കുന്ന രീതിയിലുള്ള, ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ചുമ്മാ എന്തോ ആരെയൊക്കെയോ ബോധിപ്പിക്കാനായിട്ട് എന്തോ ചെയ്തു കൂട്ടുന്നു, അല്ലാതെ ഒരിക്കലും അവിടെ എത്തുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് വളരെ നല്ല സുഗമമായിട്ടുള്ള ദർശന സൗകര്യം ഒരുക്കുക, അവിടെയുള്ള മറ്റുള്ളവർക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ നടപ്പിലാക്കുക എന്നുള്ളതിലുപരി എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൈയിട്ട് വാരിയാൽ തൻ്റെ പോക്കറ്റ് നിറയും എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള ഈ പല ഇത്തരത്തിൽ കയറി കൂടിയിട്ടുള്ള പല കള്ളന്മാരും അല്ലെങ്കിൽ പല ദേവസ്വം ബോർഡിലും ഇത്തരത്തിൽ ആളുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തയും അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ്. കാരണം കഴിഞ്ഞ ദിവസം പേട്ടതുള്ളലിനെ അമ്പലപ്പുഴ സംഘത്തെ നയിച്ച അമ്പലപ്പുഴ യോഗം പേട്ട സംഘത്തിന്റെ സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ള 18ാം പടിയിൽ വീണ് മുട്ടുപൊട്ടിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. 18ാം പടിയിൽ തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ തള്ളലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അദ്ദേഹം വീണിരിക്കുന്നത്. പമ്പ വിളക്കും സദ്യയും കഴിഞ്ഞാണ് സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ട് സന്നിധാനത്തെത്തിയത്. വലിയ നടപ്പന്തലിൽ നിന്ന് ഇവരെ പ്രത്യേക പരിഗണനയോടെ കയറ്റിവിട്ടു. എന്നാൽ 18ാം പടിക്കൽ എത്തിയപ്പോൾ മുകളിലേക്ക് കയറാൻ പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇതിനിടെയാണ് തിരക്ക് ശക്തമാവുകയും പോലീസിന്റെ തള്ളലിൽ ഗോപാലകൃഷ്ണപിള്ള നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുകയുമായിരുന്നു. പോലീസിന്റെ പെരുമാറ്റം ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ദർശനത്തിന് സോപാനത്തെയും മറ്റും VIP-കളെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കയറ്റുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അല്ലാതെ ആർക്കും അവിടെ പ്രവേശനമില്ല. ഇങ്ങനെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി നിലകൊള്ളുന്നവർ ആചാരങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. ഇതിന് തെളിവാണ് ശബരിമലയിൽ പേട്ടതുള്ളലിന് ശേഷം സന്നിധാനത്തെത്തിയ അമ്പലപ്പുഴ യോഗം പേട്ട സംഘം സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് 18ാം പടിയിൽ വെച്ച് പരിക്ക് സംഭവിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. തീർത്തും അസാധാരണമാണ് ഈ ഒരു സംഭവം. മകരവിളക്കിന് ശബരിമല തിരുസന്നിധിയിൽ സ്പോൺസർമാർ മാത്രമേ ഉണ്ടാകൂ, അതും സർക്കാരിന്റെ ആഗോള സംഗമവുമായി സഹകരിച്ചവർ. ഇങ്ങനെ ഇഷ്ടക്കാർക്ക് സൗകര്യം ഒരുക്കുന്നവർ ആചാരപരമായി നൽകേണ്ട പ്രാധാന്യം അമ്പലപ്പുഴ യോഗത്തിനും നൽകിയില്ല എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതാണ് സമൂഹ പെരിയോനെ പരിക്കുണ്ടാകാൻ കാരണം. 1.5 ലക്ഷത്തോളം പേരെങ്കിലും മകരവിളക്ക് ദർശനത്തിനെത്തുമെന്നാണ് കണക്ക്. ഇന്ന് രാവിലെ 10 മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും 11 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ കടത്തിവിടില്ല. മുൻകൂട്ടി പാസ് നൽകിയവർക്ക് മാത്രമാണ് പ്രവേശനം. ഇവരെല്ലാം സ്പോൺസർ VIP-കളാണ്. എന്തിനാണ് ഇങ്ങനെ ആളെ കയറ്റുന്നതെന്ന് ആർക്കും അറിയില്ല.
ഇതിനിടെയാണ് അമ്പലപ്പുഴ യോഗം പേട്ട സംഘം സമൂഹ പെരിയോനെ 18ാം പടിയിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ വർഷത്തിനിടയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ആരുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് അവിടെ തിരക്ക് നിയന്ത്രിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെയാണോ, അവിടെ എത്തുന്ന ഭക്തരോട് വളരെ മര്യാദപൂർവ്വം തന്നെയാണോ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ തള്ളിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വീണ അദ്ദേഹത്തിന്റെ മുട്ടിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുകയും ചെയ്തു, പോലീസിന്റെ മോശം പെരുമാറ്റമാണെന്ന് അദ്ദേഹം ശക്തമായി അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ അയ്യപ്പ കോപവും മറ്റും വിശ്വാസികൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് മകരവിളക്കിന് തലേദിനം ഈ സന്നിധാനത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലും മറ്റും നിറയുന്ന വിശ്വാസ ചർച്ചകൾക്ക് ഇത് പുതുമാനം നൽകും. അയ്യപ്പ വിശ്വാസം അനുസരിച്ച് പ്രാധാന്യം നൽകേണ്ടവരെ തഴയുന്നതിന് തെളിവായി ഇതും മാറുന്നു. ശബരിമലയിൽ സ്പോൺസർമാർക്ക് മാത്രമായി മകരവിളക്ക് ദർശനം സുഗമമാക്കുന്നവരാണ് അമ്പലപ്പുഴ യോഗത്തിന്റെ പ്രാധാന്യം കാണാതെ പോകുന്നത് എന്നുള്ള ആരോപണം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല പമ്പ വിളക്കും സദ്യയും പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ടോടെയാണ് അമ്പലപ്പുഴ സംഘം സന്നിധാനത്തെത്തിയത്. വലിയ നടപ്പന്തലിൽ നിന്ന് ഇവർക്ക് പ്രത്യേക പരിഗണന നൽകി കയറ്റിവിട്ടിരുന്നെങ്കിലും 18ാം പടിക്കൽ എത്തിയപ്പോൾ തടസ്സങ്ങൾ നേരിട്ടു. മുകളിലേക്ക് കയറാൻ പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇതേ തുടർന്ന് പടിക്കൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയും ഭക്തരെ നിയന്ത്രിക്കാനായി പോലീസ് നടത്തിയ തള്ളലിലാണ് ഇദ്ദേഹം തറയിൽ വീണത്. പരമ്പരാഗതമായ ആചാരപ്രകാരം എത്തുന്ന സംഘത്തോടുള്ള പോലീസിന്റെ പെരുമാറ്റം ശരിയായില്ലെന്നും പരാതിയുണ്ട്. ആചാരവിശ്വാസങ്ങൾ അനുസരിച്ച് അമ്പലപ്പുഴ സംഘത്തിന് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇതുവരെ 51 ലക്ഷം ഭക്തർ എത്തിയതായും 420 കോടി രൂപ വരുമാനം ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 2:45 നട തുറന്ന് 3:08 മകര സംക്രമ പൂജ. സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തീർത്ഥാടക നിയന്ത്രണമുണ്ട്. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമേ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കൂ. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. 6:15 കൊടിമര ചുവട്ടിൽ സ്വീകരിക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. 6:30 നടയടച്ച് തിരുവാഭരണം ചാർത്തി ദീപാരാധന. നട തുറക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും തെളിയും. 17 വരെ തിരുവാഭരണഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം. നെയ്യാഭിഷേകം 18 വരെ ഉണ്ടാകും. 18 മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത്. 19 രാത്രി 10 മാളികപ്പുറത്ത് വലിയ ഗുരുതി. 19 രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് ദർശനം നടത്താം. 20 പുലർച്ചെ തിരുവാഭരണം പേടകം തിരിച്ചെഴുന്നള്ളിക്കും. പന്തളം രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം നടയടയ്ക്കും. മകരജ്യോതി നിരീക്ഷണ കേന്ദ്രങ്ങളായ ജില്ലയിലെ പഞ്ഞിപ്പാറ, നെല്ലിമല, ഇലവുങ്കൽ, അട്ടത്തോട്, പടിഞ്ഞാറേ കോളനി, അട്ടത്തോട്, ഹിൽ ടോപ്പ്, തലപ്പാറ മല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മകരജ്യോതി നിരീക്ഷണ കേന്ദ്രങ്ങളായ 5 ഡിവിഷനുകളായി തരംതിരിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പക്ഷേ അതിനിടയിലും കൃത്യമായി തന്നെ എല്ലാ സംവിധാനങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും ചില ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.